മോർണിംഗ് ബ്രേക്ക് തുടരുകയാണ്. തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിന് സമീപത്ത് നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാണ്ട് 10 മണിക്ക് ശേഷം 10:30 തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് നമുക്ക് ഇപ്പോൾ വിവരങ്ങൾ അറിയിച്ചിരിക്കുന്നതെന്നാലും വലിയ ഒരുക്കങ്ങൾ ബിജെപിയുടെ ഭാഗത്തുനിന്ന് ഈ പദയാത്രയുടെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. അധിക സുരക്ഷയിലാണ് ഇപ്പോൾ ഈ സ്റ്റേഡിയത്തിന്റെ പരിസരവും. പോലീസിന്റെ സുരക്ഷയാണ് നിലവിൽ. എന്നാൽ പിന്നീട് ഒരു 8:30 SPG പൂർണ്ണ നിയന്ത്രണം ഇത് ഏറ്റെടുക്കുകയും ചെയ്യും. ഒരു തരത്തിലും ആർക്കും പ്രവേശനമില്ല. കൃത്യമായുള്ള പാസ് അനുവദിക്കാത്ത ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. അങ്ങനെ വലിയ സുരക്ഷാ വലയത്തിൽ തന്നെ സെൻട്രൽ സ്റ്റേഡിയം നിലനിൽക്കുന്ന സാഹചര്യം. എന്നോടൊപ്പം വി വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ പരിപാടിയെ പറ്റിയാണ്. അതായത് ഈ കേരള പദയാത്രയുടെ സമാപന സമ്മേളനമാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഉറ്റുനോക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമോ, പ്രധാനമന്ത്രി എത്തുകയാണല്ലോ, അദ്ദേഹം പറയുമോ എന്നുള്ള കാര്യം. A+ മണ്ഡലമായ തിരുവനന്തപുരത്ത് അതൊരു പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു ആകാംക്ഷയും ആവേശമൊക്കെ വേറൊരു തലത്തിലായിരിക്കും. ഞാൻ ചോദിക്കുന്നത്, ഈ കേരള പദയാത്ര എത്രത്തോളം സ്വാധീനമുണ്ടാക്കി ഈ സംസ്ഥാനത്തുടനീളം നടത്തിയ പര്യടനത്തിൽ? കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വി രാജേഷിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. നമ്മൾ പ്രധാനമായിട്ടും ചോദിച്ചത് ഇപ്പോൾ LDF-ഉം UDF-ഉം അവരുടെ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമാണ്. അപ്പോൾ എന്തുകൊണ്ട് പ്രഖ്യാപനം വൈകുന്നു ഈ പദയാത്രയുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യത്തിലാണ്. അപ്പോൾ അവർ പറയുന്നത്, നേരത്തെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി, പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും മെച്ചം കേരളത്തിലുണ്ടായോ? അതുകൊണ്ട് ഇത്തവണ ഏറ്റവും ജയസാധ്യതയുള്ള ആളുകളെ കൃത്യമായി കേന്ദ്രത്തിന്റെ കൂടി നിർദ്ദേശത്തോടുകൂടി RSSന്റെ ഒക്കെയും അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു സംവിധാനമാണ്. അവിടെയാണ് അവർ ചോദിക്കുന്നത്, നമ്മുടെ സംഘടനാ സംവിധാനത്തിൽ അല്ലെങ്കിൽ സംഘടനയുടെ പ്രവർത്തനത്തിൽ, BJPയുടെ ജില്ലാ തലങ്ങളിലുള്ള പ്രവർത്തനത്തിൽ എന്തെങ്കിലും പോരായ്മ ആർക്കെങ്കിലും ചൂണ്ടിക്കാട്ടാൻ കഴിയുമോ എന്നാണ് നേതൃത്വം ചോദിക്കുന്നത്. പ്രധാനമായും സ്വാഭാവികമായും ശരിയാണ്. കാരണം തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ, താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടന്നിരുന്നു. അതിന്റെ ഒരു ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. നമ്മൾ ചില മണ്ഡലങ്ങൾ, ഇപ്പോൾ തൃശൂർ സുരേഷ് ഗോപി, പാലക്കാട് കൃഷ്ണകുമാർ, അങ്ങനെയൊക്കെ ചില പേരുകൾ ചില മണ്ഡലങ്ങളിൽ തന്നെ ഉറപ്പിക്കാൻ, ഒരുപക്ഷെ MD രമേശ് കോഴിക്കോട്, വടകരയിൽ ശോഭാ സുരേന്ദ്രൻ, അങ്ങനെ ചില പേരുകൾ ഏറെക്കുറെ സാധ്യത എന്നുള്ള PK കൃഷ്ണദാസ് ആണെങ്കിൽ കാസർഗോഡ് എന്നുള്ള നിലയ്ക്കൊക്കെ ചില പേരുകൾ ചില മണ്ഡലങ്ങളിൽ ഉറപ്പിച്ചു പറയുന്ന നിലയിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് വന്നിട്ടില്ല. നമ്മൾ അതിൽ മനസ്സിലാക്കുന്നത്, കേന്ദ്രം 3 സർവേ ഇതിനകം നടത്തിയിട്ടുണ്ട്. അതിന് പുറമെയാണ് ഈ RSSന്റെയും പാർട്ടി സംസ്ഥാന ഘടകത്തിന്റെയും ഒക്കെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകുമെന്ന് കരുതുന്നത്. അതായത് ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയെ തന്നെ പരിഗണിക്കണം എന്നുള്ള ചിന്തയിൽ, അല്ലെങ്കിൽ ഏത് വിധേനയും ഒരു സീറ്റ് ഇത്തവണ സ്വന്തമാക്കണം എന്നുള്ളൊരു നിശ്ചയദാർഢ്യത്തിലാണ് BJPയുടെ ഒരു പ്രവർത്തനം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മൾ ആദ്യം നിർമ്മലാ സീതാരാമന്റെ പേര് തിരുവനന്തപുരത്ത് വന്നു, പിന്നീട് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് വന്നു. ഞാൻ അതിലും ഉപരിയായിട്ടൊരു സസ്പെൻസ് സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ഒരുപക്ഷെ നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ നിർമ്മലാ സീതാരാമൻ, ഒരുപക്ഷെ ISROയുടെ ചെയർമാൻ അല്ലെങ്കിൽ നമ്പിനാരായണന്റെ പേര് ഒരു സമയത്ത് വന്നിരുന്നു. ഈ തിരുവിതാംകൂർ നമ്മുടെ കവടിയാർ കൊട്ടാരത്തിലെ രാജകുടുംബാംഗങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരുപക്ഷെ സ്ഥാനാർത്ഥി ആയേക്കും എന്ന തരത്തിലുള്ള ചില കാര്യങ്ങളൊന്നും. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസത്തെ അവർ പൊങ്കാല സമയത്ത് നടത്തിയ യാത്ര അത്തരം ചർച്ചകൾക്ക് കൂടുതൽ എരിവ് പകരുകയും ചെയ്തു. അങ്ങനെ പല തരത്തിലുള്ള പേരുകൾ. നടി ശോഭന ഈ പരിപാടിയിൽ, തൃശ്ശൂരിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ശോഭന നാരീശക്തിയിൽ വരികയും അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ശോഭന സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് വരുന്നു എന്നുള്ള കാര്യം, അങ്ങനെ പല പേരുകൾ ഇങ്ങനെ ഉയർന്നു വരുന്നു. പാർട്ടിയിൽ നിന്ന് തന്നെ കുമ്മനം രാജശേഖരന്റെ, VV രാജേഷിന്റെ, അങ്ങനെയുള്ള പല പേരുകളായി ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആ സസ്പെൻസ് BJP ഇങ്ങനെ നിലനിർത്തുകയാണ്. തിരുവനന്തപുരത്ത് ആരായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സൂചനയും അവർ പുറത്തേക്ക് വിടുന്നില്ല. മറ്റ് മണ്ഡലങ്ങളിൽ, ഇപ്പോൾ ആറ്റിങ്ങലിൽ മുരളീധരൻ മത്സരിക്കുമെന്നത് ഉറപ്പാണ്. കൊല്ലവും പത്തനംതിട്ടയും, PC ജോർജിന്റെ പേരൊക്കെ പത്തനംതിട്ടയിൽ പറയുന്നു. PC ജോർജ് അല്ലെങ്കിൽ ഒരുപക്ഷെ ഷോൺ ജോർജ്. കുമ്മനത്തിന്റെ പേര് കൊല്ലത്ത് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ശ്രീധരൻ പിള്ളയുടെ പേര് പറയുന്നുണ്ട്. അങ്ങനെ ചില മണ്ഡലങ്ങളിൽ ചില പേരുകളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ട്. രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ ഒരുപക്ഷെ ആലപ്പുഴയിൽ മത്സരിച്ചേക്കുമെന്ന് പറയുന്നു. അങ്ങനെ പല പേരുകൾ പല മണ്ഡലങ്ങളിലായി ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരം ആ സസ്പെൻസ് അങ്ങനെ നിലനിർത്തുന്നു. ഒരുപാട് പേരുകൾ പല കോണുകളിൽ നിന്ന് വരുന്നു. ഇത് പാർട്ടിക്ക് തള്ളാനോ കൊള്ളാനോ ഒന്നും പാർട്ടി തയ്യാറല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ചോദിച്ചു, ജില്ലാ ഘടകം തിരുവനന്തപുരത്ത് നിന്ന് നൽകിയ പട്ടികയുണ്ടോ, അല്ലെങ്കിൽ ആ പട്ടികയിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ PV രാജേഷ് പറയുന്നു, അങ്ങനെ ഒരു കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. അത് പാർട്ടിയുടെ ഒരു ആഭ്യന്തര കാര്യമാണ്.
പക്ഷേ അൾട്ടിമേറ്റായി ഇതിൽ തീരുമാനമെടുക്കുന്നത് കേന്ദ്രമായിരിക്കും. മാത്രമല്ല നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം നമ്മൾ അതിലേക്കാണ് വരുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം ഈ പൊതുസമ്മേളനം അഭിസംബോധന ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇത് പ്രവർത്തകർക്ക് വലിയ ഊർജ്ജം പകരും. അതിനുശേഷം അദ്ദേഹം ഇന്ന് തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കേൾക്കുന്നു, ഒരുപക്ഷെ ഈ തെക്ക് സംസ്ഥാനങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിൽ ഒരുപക്ഷെ നരേന്ദ്രമോദി തന്നെ മത്സരിച്ചേക്കാം എന്ന് അദ്ദേഹത്തിന്റെ ഈ തമിഴ്നാട് യാത്രകളിലൊക്കെ വലിയ തോതിൽ ആ തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം തമിഴ്നാട്ടിന്റെ തന്നെ തെക്കോട്ടുള്ള ഏതെങ്കിലും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചാൽ അതിന്റെ പ്രതിഫലനം കൂടി ഈ തെക്കൻ കേരളത്തിലും പൊതുവിൽ കേരളത്തിലും പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലുമൊക്കെയും അനുഭവപ്പെടും എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലുണ്ട്. അങ്ങനെ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട BJP നേതാക്കൾ ആരും തന്നെ ഇതുവരെ തെക്കോട്ട് മത്സരിച്ചിട്ടില്ല. ഹിന്ദി ഹൃദയഭൂമി എന്നുള്ള നിലയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെയാണ് പ്രധാനമായും അവർ മത്സരിക്കുന്നത്. ഇതുവരെയും ഒരു നേതാവ് പോലും ഇവിടേക്ക് ഇറങ്ങി മത്സരിച്ചിട്ടില്ല. ഒരുപക്ഷെ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്ക് മുതിർന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഇന്ത്യയിൽ വലിയ ടാർഗറ്റ് ആണല്ലോ അത്. തീർച്ചയായിട്ടും ഉത്തരേന്ത്യ അവരുടെ ഒരു കണക്കുകൂട്ടലാണ്. ഉത്തരേന്ത്യ വളരെ സുരക്ഷിതമാണ്, സേഫാണ്, ഒന്നുകൂടി അധികാരത്തിൽ വരാനുള്ള എല്ലാ സാഹചര്യവും നിലനിൽക്കുന്നു. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് അടുത്തൊരു പരീക്ഷണത്തിന് മുതിർന്നുകൂടാ? സൗത്ത് ഇന്ത്യയിലേക്ക് അതെ, സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി അവിടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ ഈ അടുത്തടുത്തുള്ള തമിഴ്നാട് യാത്രകൾ, അതിനെ ചുറ്റിപ്പറ്റി വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അത്ഭുതം സംഭവിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരീക്ഷണത്തിന് BJP തയ്യാറായാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ തെക്കോട്ട് ഒരു ചിത്രം മാറ്റാനുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. അപ്പോഴാണ് ഈ ദ്രാവിഡ പാർട്ടികളൊക്കെ DMK ആയാലും അല്ലെങ്കിൽ ADMK അങ്ങനെ ഒരു സഖ്യം, DMK അതുപോലുള്ള മറ്റു പാർട്ടികൾ, ഇപ്പോൾ വിജയുടെ പാർട്ടി വരുന്നു, അവരൊക്കെ എടുക്കുന്ന വിജയകാന്തിന്റെ പാർട്ടി അതേപടി നിലനിൽക്കുന്നുണ്ട്, മറ്റ് പാർട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് എടുക്കുന്ന നീക്കങ്ങൾ എന്തായിരിക്കും, നിലപാടുകൾ എന്തായിരിക്കും, പ്രത്യേകിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. മാത്രമല്ല ഈ യാത്രയിൽ തന്നെ പ്രധാനമന്ത്രി ഇന്ന് തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ 1:30 മണിക്ക് പരിപാടി അവസാനിക്കുമ്പോൾ അദ്ദേഹം 1:30 മണിയോടുകൂടി തമിഴ്നാട്ടിൽ പോകുന്നു. നാളെ വീണ്ടും തിരികെ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്, ടെക്നിക്കൽ ഏരിയയിൽ വരും. നാളെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, അദ്ദേഹം തിരികെ പോവുകയാണ്. ഏതായിരുന്നാലും ഈ തിരുവനന്തപുരത്ത് പോരാട്ടം അതിന് വലിയ ആവേശം പകരുന്ന, പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രവുമല്ല വളരെ സവിശേഷമായി തിരുവനന്തപുരത്ത് വലിയ ആവേശം നിറയ്ക്കുന്നതായിരിക്കും പ്രധാനമന്ത്രിയുടെ കടന്നുവരവ് എന്നത് വ്യക്തമാണ്. ഓക്കെ, ഞാൻ എന്തായാലും മനു ഭരത്തിലേക്ക് കൂടി പോകുന്നു. അവിടെ പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് മനു ഭരത് കൂടി ചേർത്തത്. മനു, ഇപ്പോൾ BB വിനോദ് സൂചിപ്പിച്ച ഒരു കാര്യം, ഈ ദക്ഷിണേന്ത്യയിലേക്കുള്ള ഒരു മത്സര സാധ്യത പോലും ഒരുപക്ഷെ തള്ളിക്കളയാൻ കഴിയില്ല. ഒരുപക്ഷെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിലൊരു പ്രഖ്യാപനം വന്നാൽ പോലും നെറ്റി ചുളിക്കേണ്ട സാഹചര്യമില്ല നിലവിലത്തെ സാഹചര്യത്തിൽ. അപ്പോൾ ഈ